എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുന്തിരിക്കൊത്താണ്. കാഴ്ചയിൽ സുഗിയനെ പോലെയാണെങ്കിലും മുന്തിരിക്കൊത്തിൻ്റെ രുചിയിൽ വ്യത്യാസമുണ്ട്. കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കാവുന്ന പലഹാരമാണ് മുന്തിരിക്കൊത്ത്. ഈ പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിനായി 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് വറുത്തെടുക്കാനായിട്ട്. ഇതുപോലെ ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയിലിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. എടുത്തിട്ടുള്ള ചെറുപയറിൻ്റെ കളർ നന്നായി ചേഞ്ച് ആകുന്നവരെയാണ് ഇതൊന്ന് വറുത്തെടുക്കേണ്ടത്. ചെറുപയർ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന ശർക്കര പാനി തയ്യാറാക്കാം. അതിനായി 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. എടുക്കുന്ന ശർക്കര പാനി അല്പം ലൂസായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെറുപയർ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാകുന്നവരെയാണ് ചെറുപയർ വറുത്തെടുക്കേണ്ടത്. വറുത്തെടുത്തുള്ള ചെറുപയറിൻ്റെ ചൂടാറുന്നതിനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ ചീനച്ചട്ടിയിലേക്ക് 2.25 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കണം. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ബ്രൗൺ കളറാകുന്നവരെയാണ് ഇതൊന്ന് വറുത്തെടുക്കേണ്ടത്. ഈ തേങ്ങ അധികം കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. അതിനായി മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിനാണ് തേങ്ങ വറുത്തെടുക്കേണ്ടത്. ഇനി ഈ തേങ്ങയുടെ ചൂടാറുന്നതിനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വറുത്തെടുത്തിട്ടുള്ള ചെറുപയറിലേക്ക് 4 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ചെറുപയർ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറുപയർ നേർപ്പൊടിയാക്കേണ്ട, ചെറിയ തരികളോട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. വറുത്തെടുത്തിട്ടുള്ള തേങ്ങയും മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെയൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങയും ചെറുപയറും ഇവ രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി സ്പൂൺ കൊണ്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ കൂട്ടിലേക്ക് 1/4 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ച് വേണം ഈ കൂട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട്. കൈ കൊണ്ട് തന്നെ വേണം ഈ കൂട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഈ കൂട്ടിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകമാണ് ഈ കൂട്ടിൻ്റെ ഒരു പാകം. ഈ പലഹാരത്തിൻ്റെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഉരുളകളാക്കി എടുക്കുന്ന സമയത്ത് ചെറിയ ഉരുളകളാക്കി വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഒരു ഉരുള തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകളും തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് വറുത്തെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടിയാണ് നമ്മൾ ഇതിനായി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവ രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്ത് വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഈ മാവിൻ്റെ പാകം എന്ന് പറയുന്നത് ദോശമാവിനേക്കാൾ അല്പം കട്ടിയായിട്ട് വേണം ഈ മാവ് കിട്ടേണ്ടത്. ഈ പലഹാരം തയ്യാറാക്കുന്നതിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ഉരുളകളും മാവിൽ മുക്കി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വേണം ഈ പലഹാരം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നതാണ്. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുള്ള പലഹാരം മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഇരുവശവും ഫ്രൈ ആയി വന്നിട്ടുള്ള പലഹാരം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല മധുരവും നിറഞ്ഞ മുന്തിരിക്കൊത്ത് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.